ഹായ് ഹലോ ഫ്രണ്ട്സ്. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ 3 വർഷം കൂടിയിരിക്കുമ്പോഴാണ് പുതുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ പുതുക്കാൻ പറ്റാത്തവർ, വർഷങ്ങളായിട്ട് പുതുക്കാൻ പറ്റാതിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഗവൺമെൻറ് ഒരു അവസരം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സ്പെഷ്യൽ റിന്യൂവൽ. ഇനി ഏത് വർഷം തൊട്ട് പുതുക്കാത്തവർക്കാണ് സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യാൻ പറ്റുന്നതെന്നറിയാം. അത് 10-ാം മാസം, അതായത് ഒക്ടോബർ 1994 മുതൽ സെപ്റ്റംബർ 2024 വരെ രേഖപ്പെടുത്തിയിട്ടുള്ള വിവിധ കാരണങ്ങളാൽ റദ്ദാക്കിയ രജിസ്ട്രേഷനുകൾ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യാനുള്ള അവസാന തീയതി 30/4/2025 വരെയാണ്. ഇനി രജിസ്ട്രേഷൻ കാർഡ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവർ നമ്മൾ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. നമ്മളുടെ എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ SSLC ബുക്കിൻ്റെ പുറകിൽ അവർ രജിസ്ട്രേഷൻ നമ്പർ എഴുതിയിടും. അങ്ങനെ നമുക്ക് നമ്പർ അറിയാൻ പറ്റും. ഇനി അത് റിന്യൂ ചെയ്യുന്നത് നമ്മൾ ആപ്പ് വഴി ചെയ്യാം, അതല്ലാതെ ലിങ്ക് വഴി കയറി വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള ആപ്പ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്നുള്ള ആപ്പാണ്. അത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി ആപ്പിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത ഏത് നമ്പറാണെന്ന് വെച്ചാൽ ആ നമ്പർ കൊടുക്കണം. കാരണം OTP വരും. അപ്പോൾ ആ നമ്പർ കൊടുക്കുക. പിന്നെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇനി രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 2017 മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പോൾ 2016 ആണെങ്കിൽ 16-ന് രണ്ടക്കം, ഏറ്റവും ലാസ്റ്റുള്ള രണ്ടക്കം എടുക്കുക. 16 ബാർ രജിസ്റ്റർ നമ്പർ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 2017 തൊട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ 2017 തന്നെ ഫുൾ വർഷവും എഴുതണം. എന്നിട്ട് ബാർ രജിസ്റ്റർ നമ്പർ കൊടുക്കണം. 2018 ആണെങ്കിൽ 2018 ബാർ രജിസ്റ്റർ നമ്പർ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് റിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ലിങ്കിൽ കയറി എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത് നോക്കാം. ഗൂഗിളെടുത്ത് ഈ ലിങ്ക് ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് അപ്പോൾ ഇതുപോലെ വരും. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക പുതുക്കൽ, അത് സെലക്ട് ചെയ്യുക. പ്രത്യേക പുതുക്കൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇതിൽ നമ്മൾ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, എക്സ്ചേഞ്ച് ചെയ്താന്ന് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക, എക്സ്ചേഞ്ച് ചെയ്താന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ ലോക്കൽ ബോഡി, നമ്മുടെ മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ വാർഡ്, രജിസ്റ്റർ നമ്പർ, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ക്യാപ്ച കൊടുക്കുക. പിന്നെ നമ്മൾ താഴെയുള്ള ആ ബോക്സിലുള്ള ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ബോക്സ് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് റിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പം എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ കാർഡ് ഇനിയും പുതുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുതുക്കുക.